Hi everyone, welcome back to myclass.com. Today our topic is threads in Java. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ത്രെഡ് ക്ലാസ്. അതാണ് നമ്മുടെ പ്രോഗ്രാം, ത്രെഡ് ക്രിയേഷൻ ബൈ യൂസിങ് ത്രെഡ് ക്ലാസ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മളിപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ത്രെഡിനെ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ത്രെഡ് എ എന്ത് ചെയ്യണം, ത്രെഡ് എ എക്സ്റ്റെൻഡ് ത്രെഡ് അഥവാ ത്രെഡ് ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞു നമ്മളൊരു കോഡ് എഴുതാം, റൺ മെത്തേഡിൻ്റെ ഉള്ളിലാണ്. ചെറിയൊരു കോഡ് നമ്മൾ എഴുതാൻ പോകുന്നുള്ളൂ. പബ്ലിക് വോയിഡ് റൺ. ഓക്കെ, എന്താ എഴുതാം, system dot out dot println ചൈൽഡ് ത്രെഡ് അല്ലെങ്കിൽ ന്യൂ ത്രെഡ് എന്ന് ചുമ്മാ ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ചൈൽഡ് ത്രെഡ് അല്ലെങ്കിൽ ന്യൂ ത്രെഡ് പ്രിന്റ് ചെയ്യാം. അപ്പം നമുക്കിത് എന്ത് ചെയ്യാം, ഒരു ഫോർ ലൂപ്പിൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും പ്രിന്റ് ചെയ്യാമല്ലോ. കുറച്ചൊരു ഇൻറ്റ് I equal to 5, I equal to 0, I less than 5, I plus plus. ഓക്കെ, ഇതൊരു ഒന്നിൽ കൂടുതൽ തവണ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ പാറ്റേൺ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ത്രെഡ്, ഈ എ ആണെങ്കിൽ നമ്മുടെ ഒരു സെപ്പറേറ്റ് ത്രെഡായിട്ട് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നോർമൽ മെയിൻ ക്ലാസ് എഴുതാൻ പോവുകയാണ്. അപ്പം നമ്മൾ ബി മെയിൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബി മെയിൻ അല്ല, ബി ക്ലാസ്. ഓക്കെ, ബി ക്ലാസ് ഈ ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് void main string args ഇതിലാണ് നമ്മൾ ഇനി പുതിയ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്, നമ്മുടെ ക്ലാസ് ഇപ്പോൾ എ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. എ ക്ലാസിൻ്റെ ഒരു ത്രെഡ് അഥവാ ഒരു ത്രെഡിനെ പറ്റി പേര് കൊടുക്കാം. ടി ഈക്വൽ ടു ന്യൂ എ. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതാണ് ടി ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതൊരു വേറൊരു ത്രെഡായിട്ട് ദിസ് പോർഷൻ ഓഫ് പ്രോഗ്രാം വിൽ ആക്ട് ആസ് എ വൺ ത്രെഡ്. ഇത് മെയിൻ ത്രെഡാണ്. ഇനിയിപ്പോൾ ഈ മെയിൻ ത്രെഡിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കാം. ജസ്റ്റ് തന്നെ കൊടുക്കാം, മെയിൻ ത്രെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് നോക്കാം. വിൽ സി. ജാവ സി ബി ക്ലാസ് ഡോട്ട് ജാവ ബി ക്ലാസ് സി. നമ്മൾ ഇവിടെ ഒരു ത്രെഡ്, മെയിൻ ത്രെഡ് എന്നുള്ളത് 5 പ്രാവശ്യം ഇവിടെ ചെയ്തു. പിന്നെ ന്യൂ ത്രെഡ് എന്നുള്ളത് അത് വർക്ക് ചെയ്തു. അതിപ്പോൾ അറ്റ് എ ടൈം ആണ് അത് വർക്കിംഗ് വരിക. കാരണം ആ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ JVM തീരുമാനിക്കും. ഇപ്പോൾ ഇത് രണ്ടും ചിലപ്പോൾ ഒരേ പ്രയോറിറ്റി, നമ്മൾ പ്രയോറിറ്റി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഏത് വേണം ആദ്യം റൺ ചെയ്യണം എന്നുള്ളത് JVM തീരുമാനിക്കും. പലപ്പോഴൊക്കെ നമ്മൾ റൺ ചെയ്യുമ്പോൾ, രണ്ടാമത് റൺ ചെയ്യുമ്പോഴൊക്കെ വേറെ രീതിയിൽ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ സെയിം രീതിയിൽ തന്നെ വരുന്നുള്ളൂ. ഇവിടെ മെയിൻ ത്രെഡിൽ ചിലപ്പോൾ മെയിൻ ത്രെഡ് 2 പ്രാവശ്യം വരും. പിന്നെ ന്യൂ ത്രെഡ് വർക്ക് ചെയ്യും. പിന്നെ ലാസ്റ്റ് ബാക്കി 3 മെയിൻ ത്രെഡ് പിന്നെ വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് JVM ആണ് ഡിസൈഡ് ചെയ്യുന്നത്. പ്രയോറിറ്റി ഒക്കെ സെയിം ആണെങ്കിൽ ഏതിന് കൺകറന്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഏതിന് ആദ്യം ഔട്ട്പുട്ടായിട്ട് എഴുതണം എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ത്രെഡ് ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെറിയൊരു റണ്ണിൽ എഴുതുന്നതാണ് ഒരു ത്രെഡായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ മെയിൻ ത്രെഡിൽ എഴുതുന്നത് ഇപ്പോൾ വേറൊരു ത്രെഡായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും.
ഇവിടെ ഈ മെയിൻ മെത്തേഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എക്സിക്യൂഷൻ മെയിൻ ത്രെഡിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളൊരു പുതിയ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും എക്സിക്യൂട്ട് ചെയ്യും, ഇതും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് മെയിൻ ത്രെഡ് ആദ്യം, പിന്നെ ന്യൂ ത്രെഡ്, അങ്ങനെയാണ്. അത് മിക്സഡ് ആയിട്ടും വരാം, ആദ്യം ന്യൂ ത്രെഡും വരാം, മെയിൻ ത്രെഡും വരാം. അത് JVM ആണ് ഡിസൈഡ് ചെയ്യുന്നത്. JVMന്റെ ആ ഒരു മൈൻഡ് പോലെ ഇരിക്കും ഏതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. സോ ദിസ് ഇസ് ആൾ അബൌട്ട് എ ത്രെഡ് ബേസ്ഡ് പ്രോഗ്രാം ബൈ യൂസിങ് ത്രെഡ് ക്ലാസ്. ഇനി നമുക്ക് റണ്ണബിൾ ഇന്റർഫേസ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. താങ്ക് യു.